അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 162. عن أسامة بن زيد رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من صنع إليه معروف فقال لفاعله جزاك الله خيرا فقد أبلغ في الثناء. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഒരാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യപ്പെട്ടാൽ, ഒരാൾക്ക് മറ്റാരെങ്കിലും ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ, ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ, ഫഖാല ലിഫാഇലിഹി, എന്നിട്ട് അത് ചെയ്തവന് വേണ്ടി അല്ലെങ്കിൽ അത് ചെയ്തവനോട് ഇവൻ പറഞ്ഞാൽ, ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ, അതൊരു ദുആ ആണ്. അല്ലാഹു തആല നിനക്ക് ഖൈറിനെ പ്രതിഫലമായി നൽകട്ടെ, നന്മയെ പ്രതിഫലമായി നൽകട്ടെ എന്ന ദുആ ഇവനോട് നന്ദിവാചകമായി പറഞ്ഞാൽ, ഫഖദ് അബ്ലഗ ഫി സനാഇ, പുകഴ്ത്തലിൽ ഇവൻ അങ്ങേ അറ്റം എത്തിച്ചവനായി, അവൻ അതിന്റെ സമ്പൂർണ്ണ രൂപം ചെയ്തവനായി. നമുക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തന്നാൽ, ഒരു ഉപകാരം ചെയ്തു തന്നാൽ, അതിനു മറുപടിയായി സാധാരണഗതിയിൽ ചിലരൊക്കെ താങ്ക്സ് എന്ന് പറയാറുണ്ട്, നന്ദിവാചകങ്ങൾ പറയാറുണ്ട്. ശുക്രൻ അല്ലെങ്കിൽ ശുക്രിയ എന്നൊക്കെ പല രൂപത്തിലും ഭാഷയിലും പല കോലത്തിലുമൊക്കെ നന്ദിവാചകങ്ങൾ പറയാറുണ്ട്. അതൊക്കെയും സ്വീകാര്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ സമ്പൂർണമായ ശൈലി, ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പുകഴ്ത്തൽ, അദ്ദേഹത്തെ അഭിനന്ദിക്കൽ, അദ്ദേഹത്തിന് ഒരു ദുആ നൽകൽ, ഇതെല്ലാം വളരെ പുണ്യമുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തൽ, കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടൊരു ഉപകാരം ചെയ്തു തന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്താം, സനാ നൽകാം. എന്നാൽ സനായിൽ ഏറ്റവും പരിപൂർണമായ രൂപം, ഏറ്റവും അങ്ങേ അറ്റത്തെത്തുന്ന ഒരു രൂപമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ മാർഗം സ്വീകരിച്ചാൽ പിന്നെ അതിനപ്പുറത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ല. അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തിന് നല്ല വാചകങ്ങൾ സാധാരണ പറയുന്ന വാചകങ്ങളിൽ ഇല്ല. അപ്പോൾ താങ്ക്സ് പറയുന്നതിനേക്കാൾ, ശുക്രൻ എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ല ശൈലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഉപകാരം ചെയ്തവന് ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയലാണ്. അതൊരു ദുആ ആണ്. അപ്പോ ഈ വാചകം പറയലാണ് ഏറ്റവും നല്ലത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇവിടെ താങ്ക് യു എന്ന് പറയൽ തെറ്റാണ് എന്നല്ല പറയുന്നത്. അതിനേക്കാൾ നല്ലത്, നാം സ്വീകരിക്കേണ്ട, നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം അത് ജസാക്കല്ലാഹു ഖൈറ എന്ന ദുആ പറയലാണ്, ദുആ ചെയ്യലാണ്. അതുകൊണ്ട് മുസ്ലിംകളാകുന്ന നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ശൈലിയാണ് ഇത്. നമുക്കൊരു ഉപകാരം കിട്ടുമ്പോൾ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തരുമ്പോൾ അദ്ദേഹത്തിനോട് താങ്ക്സ് പറയുന്നതിന് പകരം ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു സംതൃപ്തിയാണ്. അതോടൊപ്പം നാം ചെയ്യുന്ന നന്ദിവാചകങ്ങളിൽ ഏറ്റവും നല്ല നന്ദിവാചകമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ശൈലിയിലേക്ക് മാറലുമാണ്. അതുകൊണ്ട് താങ്ക്സ് പറയുന്നവർ കുറച്ചുകൂടി നല്ല വാചകങ്ങൾ പറയുന്ന ഈ ശൈലിയിലേക്ക് മാറണം. ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അല്ലാഹു ഖൈറിനെ, നന്മയെ പ്രതിഫലമായി നൽകട്ടെ എന്നതാണ്. ഈ ശൈലിയിലേക്ക് മാറലാണ് ഉത്തമം. അല്ലാഹു തആല ഏറ്റവും ഉത്തമമായ ശൈലി സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.